നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് NPCIL പുറത്തിറക്കിയ പുതിയ എക്സിക്യൂട്ടീവ് ട്രെയിനി റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഗേറ്റ് 2023, 2024, 2025 സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ് എഴുതിയവർക്ക് ഇത് ഒരു വലിയ അവസരമാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 10 മുതൽ അവസാന തീയതി 2025 ഏപ്രിൽ 30 വരെയാണ്. ഈ റിക്രൂട്ട്മെൻറ്റിൽ ആകെ ഒഴിവുകളുടെ എണ്ണം 400 ആണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 392 നിലവിലുള്ള ഒഴിവുകളും 8 ബാക്ക്ലോഗ് ഒഴിവുകളുമാണ് ഉള്ളത്. UR 157, EWS 39, SC 61, ST 32, OBC നോൺ ക്രിമിലെയർ 111, അങ്ങനെ മൊത്തം 400 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ അവസരം ലഭിക്കും. ഡിസിപ്ലിൻ വൈസ് ഒഴിവുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 150, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 80, കെമിക്കൽ എഞ്ചിനീയറിംഗ് 60, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 45, സിവിൽ എഞ്ചിനീയറിംഗ് 45, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 20, അങ്ങനെ മൊത്തം 400 ഒഴിവുകളാണ് ഉള്ളത്. എലിജിബിലിറ്റിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 4 വർഷത്തെ ഫുൾ ടൈം ബിരുദം, കുറഞ്ഞത് 60% മാർക്കുകൾ നേടിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MTech ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. BE BTech ബിരുദമുള്ളവർ അതിൻ്റെ വിശദാംശങ്ങൾ നൽകണം. മറിച്ച് MTech ബിരുദം ഉണ്ടെങ്കിലും BE BTech ബിരുദത്തിൻ്റെ മാർക്കുകളാണ് പൂർണ്ണമായിട്ട് ഇതിനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സുകൾ AICTE അല്ലെങ്കിൽ UGC അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നായിരിക്കണം. അതേപോലെ ഗേറ്റ് സ്കോർ 2023, 2024, 2025 വർഷങ്ങളിലെ ഏതെങ്കിലുമുള്ള ഗേറ്റ് സ്കോറും ഉണ്ടായിരിക്കണം. ഇനി ഏജ് ലിമിറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ജനറൽ EWS 26 വയസ്സ് വരെ, അതേപോലെ OBC നോൺ ക്രിമിലെയർ 29 വയസ്സ് വരെ, അവർക്ക് 3 വർഷം ഇളവുണ്ട്. SC ST 31 വയസ്സ് വരെ, 5 വർഷം ഇളവ്. PWBD ജനറൽ 36 വയസ്സ് വരെ, അതേപോലെ PWBD OBC 39 വയസ്സ് വരെ, അതേപോലെ PWBD SC ST 41 വയസ്സ് വരെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ ജനറൽ EWS ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി പ്രായം 26 വയസ്സ് വരെ മാത്രമാണ്. അതേപോലെ OBC നോൺ ക്രിമിലെയർ വിഭാഗക്കാർക്ക് 3 വർഷം ഇളവ് ലഭിക്കും, അതായത് 29 വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ എക്സ് സർവീസ്മാൻ, ഡിഫൻസ് പേഴ്സണൽ കിൽഡ് ഇൻ ആക്ഷൻ തുടങ്ങിയവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രായത്തിലിളവുണ്ടാവും എന്ന് എഴുതിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ജനറൽ OBC EWSന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ SC ST PWBD എക്സ് സർവീസ്മാൻ സ്ത്രീകൾ ഇവർക്ക് ഫീസ് ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ ഗേറ്റ് സ്കോർ കാർഡ്, തിരിച്ചറിയൽ രേഖ, അതേപോലെ SC ST OBC EWS ഉദ്യോഗാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, EWS വിഭാഗത്തിന് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക. അതേപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ട്രെയിനിങ് പീരീഡ് ആൻഡ് സ്റ്റൈഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡ് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് നൽകപ്പെടും. അതേപോലെ സ്റ്റൈഫണ്ട് ട്രെയിനിങ് കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 56,100 സ്റ്റൈഫണ്ട് ലഭിക്കും എന്നിട്ടുണ്ട്. ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗാർത്ഥികളെ സയൻറ്റിഫിക് ഓഫീസർ C എന്ന നിലയിൽ സ്ഥിരമായി നിയമിക്കും. ഇതിനോടൊപ്പം ഡിയർനെസ് അലവൻസ് DA, ഹൗസ് റെൻ്റ് അലവൻസ് HRA, ട്രാൻസ്പോർട്ട് അലവൻസ് TA തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് 2023, 2024 അല്ലെങ്കിൽ 2025 വർഷങ്ങളിൽ ലഭിച്ച ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്തായിരിക്കും ഇനി അടുത്തത്? പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തപ്പെടും. ഗേറ്റ് സ്കോർ 85% വെയിറ്റേജ് പ്ലസ് ഇൻ്റർവ്യൂ പെർഫോമൻസ് 15% വെയിറ്റേജ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫൈനൽ സെലക്ഷൻ നടക്കും. അപ്പോൾ ഇതിന് എക്സാം ഒന്നും ഉണ്ടായിരിക്കില്ല. അപേക്ഷകരെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജൂൺ 9 മുതൽ ജൂൺ 21 വരെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുന്നത് എന്നാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.